ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. നമുക്ക് സോപ്പ് വെട്ടി വെച്ചിട്ട് ഒരു കിഡിലൻ ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്താലോ? ഒരു അടിപൊളി ഗിഫ്റ്റാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ നമ്മുടെ സോപ്പ് വെട്ടിയിട്ട് ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയായിട്ട് ഞാൻ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുന്നുണ്ട്, എന്നിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഇതാ കുറച്ച് ഭാഗം ഇങ്ങനെ പുറത്തേക്ക് നിൽപ്പുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ശരിക്കും നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ക്രേ പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ക്രിസ്മസ് ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ റെഡ് കളറിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ സോപ്പ് പെട്ടിയുടെ നീളവും വീതിയൊക്കെ ഞാനൊന്ന് അളന്നെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ക്രേ പേപ്പറിൽ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ ക്രേ പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കളർ പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ എടുക്കുക. അതും അല്ലെങ്കിൽ വൈറ്റ് പേപ്പർ ആണുള്ളെങ്കിൽ അത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുക്കുക. അപ്പോൾ അതാണെങ്കിൽ കാണാനായിട്ട് കുറച്ചൊരു ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സോപ്പ് പെട്ടിയുടെ ഒരു സൈഡിലുള്ള മെഷർമെൻറ്റ് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള 4 സൈഡ് ഉണ്ടല്ലോ, അതിൻ്റെ മെഷർമെൻറ്റ് കൂടി ഒന്ന് അളന്നെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു ക്രേ പേപ്പറിൽ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സോപ്പ് പെട്ടി ഉണ്ടല്ലോ, അത് ഞാൻ ആ ഒരു പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ സൈഡും കവർ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിന് പുറമേ ആയിട്ട് കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ പൊന്തി നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയേക്കുന്നത്. ആ ഒരു റെഡ് കളർ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കോട്ടൺ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു സോപ്പ് പെട്ടിയുടെ ഉള്ളിലുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെയായിട്ട് നമുക്ക് കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു പഞ്ഞി വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിലുള്ള സൈഡിലൊക്കെ നമ്മൾ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ നമ്മൾ കുറേശ്ശെ പഞ്ഞി എടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. എല്ലാ സൈഡിലേക്കും നമ്മൾ ആ ഒരു കോട്ടൺ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളൊരു കുഞ്ഞ് പൈൻകോൺ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു സോപ്പ് പെട്ടിയുടെ ഉള്ളിലായിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ പൈൻകോൺ എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളത് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് കളക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കുറച്ചധികം ക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ റെഡ് കളറിൽ ഫോം ഷീറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ക്രാഫ്റ്റൊക്കെ ചെയ്ത് ബാക്കി വന്നിട്ടുള്ളൊരു പീസാണ് കേട്ടോ. അതിൽ നിന്നായിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് പീസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു കോട്ടൺ ഉണ്ടല്ലോ, അതിന് മുകളിലേക്കായിട്ട് ഇതുകൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ കളറിലെയും യെല്ലോ കളറിലേക്ക് ഫോം ഷീറ്റ് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി കളർഫുള്ളായിട്ട് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ റെഡ് കളർ മാത്രമേ എടുക്കണുള്ളൂ. നമ്മുടെ ഫോം ഷീറ്റ് കൂടി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ ഞാൻ OHP ഷീറ്റിൽ നിന്നായിട്ട് ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ബോക്സിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒന്ന് അളന്നിട്ട് അതിനേലും ഒരു 0.5 സെൻറ്റിമീറ്റർ കൂടുതലായിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമുക്ക് ആ ഒരു OHP ഷീറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ OHP ഷീറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ആയാലും മതി. അത് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയേക്കണേ. ഇനിയിപ്പോൾ യെല്ലോ കളറിലെ ഫോം ഷീറ്റിൽ നിന്നായിട്ട് ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 5 സെൻറ്റിമീറ്ററിലുള്ളൊരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ ഡയഗണൽ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ കട്ടായി പോവാതെ നോക്കണം കേട്ടോ. പിന്നെ വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് മടക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ടുള്ളൊരു ബോയാണ് കേട്ടോ ചെയ്തെടുക്കണേ. അങ്ങനെ ഇതാ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫോം ഷീറ്റ് ബോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകിൽ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ നേരത്തെ ആ ഒരു റെഡ് കളർ ഫോം ഷീറ്റിൽ നിന്നായിട്ട് നമ്മൾ കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തില്ലായിരുന്നോ? അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ, നമ്മുടെ കുഞ്ഞ് ക്രിസ്മസ് ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോപ്പ് പെട്ടി വെച്ചിട്ട് ഒരു അടിപൊളി ഗിഫ്റ്റ് അല്ലേ കിട്ടിയേക്കണേ. പിന്നെ ആ ഒരു പൈൻകോൺ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ സാന്റാ ക്ലോസ് അല്ലെങ്കിൽ പേപ്പർ വെച്ചിട്ട് നമുക്കൊരു ക്രിസ്മസ് ട്രീ ചെയ്തിട്ട് അത് ഒട്ടിച്ച് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.